ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബി.ജെ.പി 29 അംഗ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ പർവേഷ് വർമ്മ മത്സരിക്കും. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ? ഏതൊക്കെയാണ് വിവരങ്ങൾ? രജനി, അല്പസമയം മുൻപാണ് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം അടുത്ത മാസം ആദ്യം നടക്കാൻ പോകുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ബി.ജെ.പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കഴിഞ്ഞ ദിവസം ചേർന്ന് ഡൽഹി ഘടകം അയച്ച പട്ടിക സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ 29 അംഗ ആദ്യഘട്ട പട്ടിക ബി.ജെ.പി ദേശീയ നേതൃത്വം പുറത്തിറക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ സ്ഥാനാർത്ഥികൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന്, ന്യൂഡൽഹി മണ്ഡലത്തിൽ പർവേഷ് വർമ്മ മത്സരിക്കുകയാണ്. നമുക്കറിയാം, ന്യൂഡൽഹി മണ്ഡലം ശ്രദ്ധേയമാകുന്നത് ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്നത് ന്യൂഡൽഹിയിൽ നിന്നാണ്. അരവിന്ദ് കെജ്രിവാളിന് ശക്തമായ സ്ഥാനാർത്ഥിയെ ബി.ജെ.പി എതിർവശത്ത് നിർത്തിയെന്നതാണ് വളരെ ശ്രദ്ധേയം. പർവേഷ് വർമ്മ, അദ്ദേഹം ഡൽഹി രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ബി.ജെ.പിയുടെ ഒരു മുഖമാണ്. വെസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള MP ആയിരുന്നു. ഡൽഹിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ലോക്സഭയിലേക്ക് വിജയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് പർവേഷ് വർമ്മ. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായ സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ കൂടിയാണ്. എന്തായാലും പർവേഷ് വർമ്മയെ പോലെ ഒരു പ്രമുഖ വ്യക്തിത്വത്തെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ന്യൂഡൽഹി മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നു. മറ്റൊരു ശ്രദ്ധേയനായ സ്ഥാനാർത്ഥി വിജയേന്ദർ ഗുപ്തയാണ്. നിലവിൽ അദ്ദേഹം ഡൽഹി നിയമസഭയിലെ ബി.ജെ.പിയുടെ കക്ഷി നേതാവാണ്. രോഹിണി അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ നിന്നാണ് വീണ്ടും വിജയേന്ദർ ഗുപ്ത മത്സരിക്കുന്നത്. രമേശ് ബിദൂരി, അദ്ദേഹം മുൻ MP ആണ്. അദ്ദേഹമാണ് കൽക്കാജി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നത്. രമേശ് ബിദൂരി മത്സരിക്കുന്നത് മുഖ്യമന്ത്രി അദീഷി മർലീനയ്ക്കെതിരെയാണ്. അദീഷി മർലീന കൽക്കാജിയിൽ മത്സരിക്കുന്നു. ഒപ്പം വനിതാ കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ അൽക്ക ലംബയാണ് ഈ കൽക്കാജിയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അവിടേക്കാണ് രമേശ് ബിദൂരി എന്ന മുൻ MP നേരത്തെ പർവേഷ് വർമ്മയെ പോലെ തന്നെ ഡൽഹിയിൽ വളരെ സജീവമായി ബി.ജെ.പിയുടെ ഒരു മുഖമായി നിന്നിട്ടുള്ള ബിദൂരിയെ ഇപ്പോൾ കൽക്കാജിയിൽ മത്സരിപ്പിക്കുവാൻ ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 70 അംഗ നിയമസഭയിലേക്ക് ആദ്യഘട്ടത്തിൽ 29 പേരുടെ പട്ടിക മാത്രമാണ് ഇപ്പോൾ ബി.ജെ.പി പുറത്തിറക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ 2ഉം 3ഉം പട്ടികകളായി മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി ബി.ജെ.പി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ദേശീയ നേതൃത്വം നൽകുന്ന സൂചന. രജനി, ശരി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി.ജെ.പി. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.